യേശുവിൻ്റെ നാമത്താൽ വന്ദനം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവേ, സ്വർഗീയ പിതാവേ, സ്വർഗസ്നായൻ്റെ ദൈവമേ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നല്ലോ. ദൈവം ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമേ. കർത്താവേ, വചനം ദൈവത്തിൻ്റേത്, ജനം ദൈവത്തിൻ്റേത്. ദൈവം ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ഇന്ന് ദൈവം തരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവം ഞങ്ങളോട് മനസ്സൊലിയണമേ. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമീൻ. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 1:3. കാള തന്റെ ഉടയനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ദൈവസ്തോത്രം. യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്, കാള തന്റെ ഉടവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. മൃഗങ്ങളായ കാളയ്ക്ക് ആരോട് സ്നേഹമുണ്ട്? തന്റെ ഉടയവനോട് സ്നേഹമുണ്ട്. കഴുത തന്റെ യജമാനും, കഴുതയ്ക്കും തന്റെ യജമാനോട് സ്നേഹമുണ്ട്. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് തന്നെ സൃഷ്ടിച്ച, തനിക്ക് തന്നെ കൊണ്ടുവന്ന തന്റെ ഉടമസ്ഥനായ ആ ദൈവത്തോട് എന്തില്ല? സ്നേഹമില്ല. അവർ ദൈവത്തെ മറന്നു കളയുകയാണ് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് ദൈവം ഓർപ്പിക്കുകയാണ്. ഇവിടെ ദൈവം തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, മൃഗങ്ങളെ നോക്കുവിൻ, അത് എത്രയ്ക്കും നിങ്ങളെക്കായും എത്രയോ ശ്രേഷ്ഠമാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രയോ വൻ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇസ്രായേലിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ ദൈവമാണ് ഞാൻ അത്ഭുതം ചെയ്ത ദൈവമാണ്, ചെങ്കടലിനെ വറ്റിച്ച ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ അത്ഭുതങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മയും രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് നിങ്ങളെക്കായും ബെറ്ററാണ് ആര്? ഈ മൃഗങ്ങൾ. കഴുത, നമ്മൾ ലോകം നോക്കുമ്പോൾ കഴുത എന്താണ്? ഒരു ബുദ്ധിയില്ലാത്ത ജനമാണ്, ഒരു മൃഗമാണ് കഴുത. ലോകത്തിന്റെ സൃഷ്ടിയില് നോട്ടത്തില് കഴുതയ്ക്ക് എന്താണ്? ഒരു ബുദ്ധിയില്ലാത്ത മൃഗമായിട്ടാണ് നമ്മൾ കഴുതയെ കാണുന്നത്. കാളയെ കാണുന്നത് ഭാരം ചുമക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മൃഗമായിട്ടാണ് കാണുന്നത്. പറയാണ്, കാള തന്റെ ഉടവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലെ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. അയ്യോ, പാപപാപമുള്ള ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ ഇസ്രായേലിനെ, ദൈവത്തെ അവർ മറന്നു കളയിച്ചിരിക്കുകയാണ്. ദൈവത്തെ മറന്ന് അവർ പുറകോട്ട് മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് തന്നതെല്ലാം ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എത്രയോ നന്മകൾ തന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴെന്താണ്? ദൈവത്തെ മറന്നു കളയുകയാണ്. ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അകന്നു പോവുകയാണ്. അതും പക്ഷേ ദൈവത്തിന്റെ ആ മഹാ സ്നേഹമുണ്ടല്ലോ, ആ കരുണയുണ്ടല്ലോ, ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ഇപ്പൊ ദൈവം വീണ്ടും വന്ന് ഒരവസരം കൂടി ഇസ്രായേലിന് കൊടുക്കുകയാണ്. ഇസ്രായേലിന് പറയുകയാണ്, നിങ്ങളെക്കായും ഇപ്പോൾ ബെറ്ററാണ് കഴുത. അല്ലെങ്കിൽ കാള നിങ്ങളെക്കായും ബെറ്ററാണ്. ആ ബുദ്ധിയില്ലാത്ത മൃഗമാണ് കഴുത. അതിന്റെ ഉടമസ്ഥനോട് സ്നേഹമുണ്ട്. കാളയ്ക്ക് അതിന്റെ ഉടമസ്ഥനോട് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും നന്മകൾ തന്ന, നിന്നെ സൃഷ്ടിച്ച നിന്റെ ഉടമസ്ഥനായ ആ ദൈവത്തിനോട് നിനക്ക് എന്തില്ല? സ്നേഹമില്ല. നീ അവരിൽ നിന്ന് നീ അവരെ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് നിങ്ങളെ അധികം നിങ്ങൾ പിന്മാറുകയുള്ളൂ. ഇനി നിങ്ങളെ അടിച്ചിട്ട് വലിയ കാര്യമില്ല. നിങ്ങളെ അടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? പിന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളെ അടിച്ചു മടുത്തു. ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ നന്മകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ പിറുപിറുക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പിറുപിറുക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു അവസരം. ആ ദൈവത്തിന്റെ ആ മഹാകരുണയൊന്ന് നോക്കിയേ. ആകാശഭൂമിക്ക് വീട് ഉയർന്നിരിക്കും പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവം വീണ്ടും കരുണ കാണിക്കുകയാണ്. ഇസ്രായേലിന് ഒരവസരം കൂടി
ദൈവം കൊടുക്കുകയാണ്. ദൈവം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഹല്ലേലൂയ, നീ തിരിച്ചു വരുവാനായിട്ട് വീണ്ടും ദൈവം അവസരത്തെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ എന്റെ ജനമാണ്. ഞാൻ എബ്രാഹാമിനെ ഓർത്തു. എബ്രാഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ പിറുപിറുപ്പൊക്കെ നിർത്തി നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരണം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 50-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 50-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവേൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിരുക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവനെ മൗഢ്യപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുവാൻ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ. ദൈവത്തെ മറന്നുകൊള്ളുവനെ ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിരുക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തെ മറക്കുന്നവരെ, നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ മറക്കുന്നുവെങ്കിൽ നീ ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ കിരുക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുവാൻ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ആസാഫിന്റെ സങ്കീർത്തനമാണ് 50-ാം സങ്കീർത്തനം. ആസാഫ് ആരാണ്? ഹല്ലേലൂയ. ദാവീദിന്റെ സദസ്സില് ഗായക സംഘത്തിന്റെ പ്രമാണിയായ ആസാഫ് ഇതിലൂടെ ദൈവം പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ നീ ഓർത്തുകൊള്ളുവീൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ എന്താണ്? ഞാൻ നിന്നെ കിരുക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഒന്ന് തിരിഞ്ഞു വരണം. നീ തിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ എന്ത് ചെയ്യണം? നീ തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ്, വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ദയ ഒന്ന് നോക്കി വീണ്ടും അവസരം കൊടുക്കുകയാണ്. നീ ഒന്ന് തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കടുചൂപ്പായിരുന്നാലും ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. ലോകം പറയും നീ പാപിയാന്ന് പറയും, ലോകം പറയും നീ വൃത്തികെട്ട മനുഷ്യനാന്ന് പറയും. പക്ഷെ ഞാൻ അതെല്ലാം കഴുകി നിന്നെ ശുദ്ധീകരിച്ച്, ഹല്ലേലൂയ, ഞാൻ നിന്റെ മാറോട് നിന്നെ ചേർക്കും എന്ന ദൈവം പറയുകയാണ്. 50-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഭൂമിയെ വിളിക്കുന്നു. ഭൂമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ദൈവം എന്ത് ചെയ്യാണ്? വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കീഴ്ക്കളയും. നിങ്ങൾക്ക് അങ്ങനെ കീഴ്ക്കളഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആര്? എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഈ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവം നമ്മോട് പറയുകയാണ്. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ആ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ആസാഫിലൂടെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കീഴ്ക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കീഴ്ക്കളയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. മോശ മരുഭൂമിയില് പിച്ചർ സൽപ്പുറത്തെ ഉയർത്തിയതുപോലെ ദൈവം തന്നെയും ഉയർത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ഉയർത്തണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അവന്റെ മാറോട് ചേർന്ന് യോഹന്നാൻ അവന്റെ മാറിൽ ചേർന്നിരുന്നതുപോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ചേർന്നിരുന്ന് ദൈവത്തോടുകൂടി ചേർന്നിരുന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ദൈവം പറയുകയാണ്. ദുഷ്ടനോട് ദൈവം പറയുകയാണ്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസ്ത്രയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. ദുഷ്ടനോട് ദൈവം പറയുകയാണ്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും ദൈവത്തിന്റെ ചട്ടങ്ങളെ അറിയിപ്പാൻ ആർക്ക് അവകാശമില്ല? ദുഷ്ടന് അവകാശമില്ല. ഹല്ലേലൂയ. ദുഷ്ടനോട് ദൈവം പറയുക, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസ്ത്രയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാവ് നീ വഞ്ചന പിടയ്ക്കുന്നു, നീ നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. നീ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ
ഞാൻ നിന്നെ പോലുള്ളവരെന്ന് നിരൂപിച്ചു, എന്നാൽ ഞാൻ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി വെക്കും. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമ്മുടെ കൺമുമ്പിൽ നിരത്തി വെക്കും. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കീഴ്ക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും അവസരം തരികയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരണം. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു വരുവാൻ നിങ്ങൾക്കൊരു മനസ്സില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് സർവശക്തനായ ദൈവം പറയുകയാണ്, മൃഗങ്ങളെ നോക്കുവിൻ, കാളയെ ബുദ്ധിയില്ലാത്ത കഴുതയെ നോക്കുവിൻ, കാളയെ ഭാരം വലിക്കുന്ന കാളയെ നോക്കുവിൻ. അവരെല്ലാം നിങ്ങളെക്കായും എത്രയോ ശ്രേഷ്ഠനാണ്, എത്രയോ അതിന്റെ യജമാനനെ അത് അറിയുന്നു എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ 78-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ അവിടെ അതിന് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ പിറുപിറുക്കുന്നത് നമുക്ക് കാണാം. പാറയിൽ നിന്ന് അവർ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും ഹല്ലേലൂയ, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് അവർ മത്സരിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ വെച്ച് എന്താണ്? അത്യുന്നതനോട് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ഈ മരുഭൂമിയിൽ ഏകദേശം 30 ലക്ഷത്തോളം ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമിയിൽ നടത്തുകയാണ്. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ മക്കള് ഹല്ലേലൂയ ചെങ്കടലിനെ വിഭാഗിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആ 30 ലക്ഷത്തോളം ജനങ്ങള് മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് പറയുകയാണ്, ഞങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു, തോടുകൾ ഒഴുകുമാറാക്കി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? ഹല്ലേലൂയ. തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുവാൻ കഴിയുമോ? അപ്പൊ ദൈവത്തിന്റെ കഴിവുകളെ ഇസ്രായേൽ മക്കൾ എന്താണ് ചോദ്യം ചെയ്യുകയാണ്. മരുഭൂമിയില് ഈ 30 ലക്ഷത്തോളം മനുഷ്യർക്ക് അത് മാംസം കൊടുക്കുന്നതിന് എത്ര കാളയെ ഇറക്കണം, എത്ര കിലോ മാംസം വേണം എന്നൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അല്ല, ദൈവത്തിന്റെ ശക്തിയെ അവര് ചോദ്യം ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾ അവർ പിറുപിറുക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു കാറ്റടിച്ചു, ലിബിയാദാന്റെ തലകളെ തകർത്തു. ലിബിയാദാന്റെ തലകളെ തകർത്ത് ലിബിയാദാനെ ഒരു പക്ഷികളായി കാടപ്പക്ഷിയായി പാളയത്തിന് ചുറ്റും പറന്നു നിൽക്കുകയാണ്. ആവശ്യത്തിന് പക്ഷികളെ പിടിച്ച് അവർക്ക് ഇറച്ചി കഴിക്കുവാൻ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആ മഹാശക്തിയെ, ദൈവത്തിന്റെ കഴിവിനെ ആര് ചോദ്യം ചെയ്യുകയാണ്? ഇസ്രായേൽ മക്കൾ ചോദ്യം ചെയ്യുകയാണ്. ചെങ്കടൽ വിഭാഗിച്ചത് അവർ കണ്ടില്ലേ? ചെങ്കടൽ വിഭാഗിച്ചത് അവർ അനുഭവിച്ചറിഞ്ഞവരാണ്. പാറയെ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. പാറ ഈസ് എ ഹാർഡ്, അതിൽ എന്തില്ല? വെള്ളമില്ല. പക്ഷേ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു ഒരു അസാധ്യത്തെ സാധ്യമാക്കിയതാണ് ദൈവം. ലോകം നോക്കുമ്പോൾ പാറയിൽ നിന്ന് എന്ത് വരില്ല? വെള്ളം വരില്ല. പക്ഷേ ഒരു അസാധ്യത്തെ സാധ്യമാക്കിയ ആ ദൈവം അല്ലെങ്കിൽ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. ചെങ്കടലിനെ വിഭാഗിച്ചു. ഹല്ലേലൂയ. മരുഭൂമിയിൽ കൂടി ഹല്ലേലൂയ ഉണങ്ങിയ സ്ഥലത്തെന്നും പോലെ ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ മക്കളെ നടത്തി. അതെല്ലാം സത്യമാണ്. പക്ഷേ ഈ മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ദൈവത്തെ പിറുപിറുക്കുകയാണ്. ദൈവത്തോട് പിറുപിറുക്കുകയാണ്. ദൈവത്തിന് കോപം ജ്വലിക്കുകയാണ്. പക്ഷേ അവൻ കരുണാപൂർണനായ ദൈവമാണ്. അവൻ ദയാലുവായ ദൈവമാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തില്ല? അവൻ നശിപ്പിച്ച് കളഞ്ഞില്ല. വീണ്ടും ദൈവം ഈ മേശയൊരുക്കുവാൻ, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? മാംസം തരുവാൻ ദൈവത്തിന് കഴിയുമോ? ഈ 30 ലക്ഷത്തോളം ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാധ്യതകളെ പറ്റി നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന്റെ അറിവിനെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ അളക്കുമ്പോഴാണ് നമ്മൾ തോന്നുന്നത് ദൈവത്തിന് ഈ ലോകത്തിലെ ദൈവത്തിന്റെ യേശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, എന്താണ്? ഞാനുകൊണ്ട് ആകാശത്തെ അളക്കും. ഞാനുകൊണ്ട് ആകാശത്തെ അളക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്?
തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമത്തെയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആര്? ഹല്ലേലൂയ. ദൈവത്തിന്റെ കഴിവ് എന്ന് നോക്കിയേ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം കയ്യില് ഒരു 100 ml വെള്ളം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയില്ല. അല്ല, ഈ ലോകത്തിലുള്ള വെള്ളം അല്ലെ പസഫിക് മഹാസമുദ്രത്തിൽ ചില ഭാഗങ്ങളൊക്കെ 17-18 കിലോമീറ്റർ ഡിപ്തുണ്ട്. അത്രയ്ക്ക് മാനമുള്ള പസഫിക് സമുദ്രത്തിലെ വെള്ളം മുഴുവനും തന്റെ ഉള്ളം കയ്യിൽ അളക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം പറയാൻ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുകയും ഞാനുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിനെയും തൂക്കുകയും ചെയ്യുന്നവൻ ആര്? ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ മഹാശക്തി ദൈവം യെശയ്യാ പ്രവചനത്തില് ഹല്ലേലൂയ 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ യെശയ്യാവ് പറയുകയാണ്, അങ്ങനെ ആ മഹാശക്തിയുള്ള ആ ദൈവം ആരെന്ന് നിങ്ങൾക്ക് എന്തില്ല മനസ്സിലായിട്ടില്ല. നമ്മൾ നോക്കുന്നത് നമ്മുടെ കൈയുടെ വലിപ്പം പോലെയാണ് ദൈവത്തിന്റെ കൈയുടെ വലിപ്പമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ കൈ പോലെ അല്ല ദൈവത്തിന്റെ കൈ. ഹല്ലേലൂയ. ഈ ഭൂമിയെ, ഈ ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ഈ സർവശക്തനായ ദൈവത്തെ നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിനെ നമുക്ക് അളക്കാൻ കഴിയില്ല. ആ ദൈവം അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, അവർ തളർന്നു പോവാതെ ഓടുകയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശക്തിയെ നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവരായിരിക്കണം. നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോവാതെ ഓടുകയും ക്ഷീണിച്ചു പോവാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ്? യഹോവയെ കാത്തിരിക്കണം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അവങ്കിലേക്ക് നോക്കിയിരിക്കുക. യഹോവയിലേക്ക് നോക്കിയവരെ എന്താണ്? അവർ പ്രകാശിതരായി. അവരുടെ മുഖം എന്തില്ല? ലജ്ജിച്ചു പോയിട്ടുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റും. തെറ്റ് ചെയ്യാത്തവൻ ഈ ലോകത്തിൽ ആരാ ഉള്ളത്? ഒരു മനുഷ്യനും തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയാൻ അത് കള്ളം പറയുകയാണ്. ലോകത്തിൽ എല്ലാ മനുഷ്യരും എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, നിന്റെ പാപം എത്ര കഠിനമുപ്പായിരുന്നാലും നിനക്ക് എന്നിലേക്ക് മടങ്ങി വരുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, എനിക്ക് നിന്നെ ചേർത്തുകൊള്ളുവാൻ മനസ്സാണ് എന്ന് പറയുകയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ രാഹാബ് എന്ന ഒരു സ്ത്രീ, ലോകം നോക്കുമ്പോൾ വളരെ പാപിയായ ഒരു സ്ത്രീയാണ് ആര്? രാഹാബ് എന്ന സ്ത്രീ. ആ രാഹാബ് എന്ന സ്ത്രീ അവളുടെ വിശ്വാസത്തോടെ അവൾ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ കരയില് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോന്യ രാജാക്കന്മാരോട് ചേർന്നതും ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ അവൾ പറയുന്നത് കേട്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ കരയെ നിങ്ങൾ നിർമൂലമാക്കിയ സീഹോ, ഓഗ് എന്ന 2 അമോന്യ രാജാക്കന്മാരെ ചേർന്നതും ഞങ്ങൾ കേട്ടു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവരും ധൈര്യം കേട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം എന്താണ്? ഹല്ലേലൂയ. മേലെ സ്വർഗത്തിലും കീഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ വളരെ പാപിയായ ഒരു സ്ത്രീയാണ് രാഹാബിന്റെ വിശ്വാസത്തിന്റെ വാക്ക് അവൾ ഉരുവിടുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം മേലെ സ്വർഗത്തിലും മേലെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് അവൾ പറയുകയാണ്. അത് മാത്രമല്ല, ഹല്ലേലൂയ, ഈ എരിഹോ പട്ടണം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ദൈവം നിങ്ങൾ ഈ പട്ടണത്തെ കീഴ്പ്പെടുത്തും. അവൾ വിശ്വാസത്തിന്റെ ദൈവത്തെ അവൾ ഉയർത്തുകയാണ്. 2, അവൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. ഈ എരിഹോ പട്ടണം എന്താണ്? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എരിഹോ പട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പട്ടണത്തെ കീഴ്പ്പെടുത്തും, നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കും. നിങ്ങൾ ഈ പട്ടണത്തെ കീഴ്പ്പെടുത്തുകയും നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർക്കണം.
ഹല്ലേലൂയ, എന്നെ ഓർക്കണം. എന്നെ മാത്രമല്ല, എന്നെ കുടുംബത്തിലെ മുഴുവൻ പേരെയും നിങ്ങൾ ഓർക്കണമെന്ന് രാഹാബ് എന്ന ആ പാപിയായ സ്ത്രീ പറയുകയാണ്. ലോകം നോക്കുമ്പോൾ അവൾ എന്താണ്? അവൾ പാപിയായ സ്ത്രീയാണ്. അവൾക്ക് ഒരിക്കലും ഈ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവൾക്ക് സാധ്യതയില്ല. പക്ഷേ അവൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ, അവൾ ദൈവത്തെ ഉയർത്തിയപ്പോൾ, അവളെ ദൈവം എന്ത് ചെയ്തു? അവളെ ചേർത്ത് പിടിച്ചു. ദൈവം അവളെ ചേർത്ത് പിടിക്കുകയാണ്. ദൈവം അപ്പോ ലോകം നോക്കുമ്പോൾ അവൾ ഇപ്പോഴും പാപിയായ സ്ത്രീയാണ്. ദൈവം നോക്കുമ്പോൾ അവൾ ദൈവം അവളെ ചേർത്ത് പിടിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ വംശാവലി എഴുതിയപ്പോൾ രാഹാബിന്റെ പേര്, യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതിയപ്പോൾ രാഹാബിന്റെ പേര് ദൈവം അവിടെ എഴുതി ചേർക്കുകയാണ്. രാഹാബിന്റെ മകനാണ് ആര്? ബോവസ്. ഹല്ലേലൂയ. രൂത്ത് ബോവസിനെ വിവാഹം കഴിക്കുകയും ഹല്ലേലൂയ രാഹാബിന്റെ മകനാണ് ബോവസ്. ഹല്ലേലൂയ. അങ്ങനെ അവളെ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വംശാവലിയില് അവൾ അംഗമായി. രാഹാബ് എന്ന ലോകം നോക്കുമ്പോൾ അവൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ള ഒരു സ്ത്രീയല്ല ലോകം നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ ദൈവത്തോട് അടുത്തു ചെന്നപ്പോൾ, ദൈവത്തെ നമ്മൾ ഏറ്റുപറഞ്ഞപ്പോൾ, ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞപ്പോൾ അവളുടെ എല്ലാ പാപങ്ങളെയും ദൈവം എന്ത് ചെയ്തു? വൈപ്പ് ഔട്ട് ചെയ്തു, കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാരമ്പര്യത്തിൽ, ദൈവത്തിന്റെ വംശാവലിയിൽ, യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവളെ എന്ത് ചെയ്തു? അവളെ അംഗമാക്കി ചേർത്തു. അവൾ എന്താണ് ചെയ്തത്? അവൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ഹല്ലേലൂയ. മേലെ സ്വർഗത്തിലും കീഴെ ഭൂമിയിലും ഹല്ലേലൂയ നിങ്ങളുടെ ദൈവം ദൈവമാണ്. 2, അവള് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു. എരിഹോ പട്ടണം ഉറ്റുനോക്കുവാൻ വന്ന 2 പേരെ അവൾ രക്ഷിച്ചു. അപ്പൊ അവരെ അവരുടെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ച് ഇറക്കി വിട്ടു. അപ്പൊ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിന് വാക്ക് പറയുകയും ദൈവത്തിന് വേണ്ടി ഒരു വേല ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം അത് എന്ത് ചെയ്തു? അത് കണക്കിലിട്ടു. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം. ഇതൊന്നും മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ എപ്പോൾ വേണമെങ്കിലും നീ തിരിഞ്ഞു വരൂ. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നീ തിരിഞ്ഞു വരൂ. നീ തിരിഞ്ഞു വന്നു എങ്കിൽ എനിക്ക് നിന്നെ ചേർത്ത് കൊള്ളുവാൻ ഹല്ലേലൂയ ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. എപ്പോഴും നീ എന്ത് ചെയ്യണം? നീ തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇത്ര വളരെ സ്നേഹിക്കുന്നു. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഉള്ളത് എല്ലാം ഞാൻ നിനക്ക് തന്നു. പക്ഷേ നീ ഇപ്പോൾ എന്താണ്? ഹല്ലേലൂയ. നിന്നെക്കായും ബെറ്ററാണ് ഈ കാളയും കഴുതയും. ലോകം നോക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത കഴുത, ആ കഴുത വരെ നിങ്ങൾക്ക് നിന്നെക്കായും ബെറ്ററാണെന്ന് ഇസ്രായേൽ മക്കളെ നോക്കി ദൈവം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു വരണമെന്ന് ദൈവം, അങ്ങനെ തിരിഞ്ഞു വന്നാൽ ദൈവം നമ്മെ ചേർത്തുകൊള്ളുവാൻ വളരെ വളരെ സന്നദ്ധനാണ് എന്ന് പറയുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറയാണ്, ഒരപ്പന് 2 മക്കളുണ്ട്. പിന്നെ അവന് പറഞ്ഞത്, ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളവൻ അപ്പനോട് എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറഞ്ഞു. ഈ അവന് കിട്ടേണ്ട പേരൻസിൽ നിന്ന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും മേടിച്ച് അവൻ പോയി എല്ലാം നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ചിട്ട് അവൻ തിരിച്ചു വരുവാൻ അവനൊരു മനസ്സുണ്ട്. അവനെന്താണ്? അവന് പന്നിക്ക് കൊടുക്കേണ്ട, അവൻ എന്റെ അപ്പനെ ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവൻ, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഇളയ മകൻ പറയുകയാണ്, അപ്പാ, ഇനി എനിക്ക് ഞാൻ നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരൻ ഒരുത്തിനെ പോലെ എന്നെ കാണണമേ. ഹല്ലേലൂയ. ആ ഇളയ മകൻ ചെന്ന് പറയുകയാണ്, അവൻ പന്നിക്ക് കൊടുക്കുന്ന വാണവര തിന്നാണ് അവർ കുറച്ചു കാലം ജീവിച്ചത്.
ഹല്ലേലൂയ, അവന്റെ അവന്റെ വീട്ടിനെ പറ്റി ഓർമ്മയാണ്, അവന്റെ ബുദ്ധി അന്നേരമാണ് അവന്റെ ബുദ്ധി തിരിഞ്ഞു കിട്ടിയത്. അവൻ ബുദ്ധി നോക്കി, എന്റെ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണം ശേഷിച്ചു കളയുന്നു. ഞാനിതാ പന്നിയുടെ കൂടെ പന്നി കഴിക്കുന്ന വാളവര കഴിച്ച് ഞാൻ വിശപ്പടക്കുകയാണ്. എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങൾ. ഞാൻ അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് നാശങ്ങൾ മാത്രമാണ് സംഭവിച്ചുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ തകർന്ന് തരിപ്പണമായി പോയി. ആ ഇളയ മകൻ അവന്റെ ജീവിതത്തിൽ അവന് കിട്ടേണ്ടത് എല്ലാം അവൻ നശിപ്പിച്ചു. പക്ഷേ അവൻ തിരിച്ചു വന്നപ്പോൾ അപ്പന്റെ ജീവിതത്തിൽ അപ്പൻ എന്താണ്, വളരെ സന്തോഷമാണ്. അപ്പൻ അവനെ സ്വീകരിച്ചു. എന്താണ്, ഹല്ലേലൂയ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്നു, അവന് വേണ്ടി അറുത്തു. ഹല്ലേലൂയ, അവന് വേണ്ടി വലിയ വിരുന്ന് കഴിച്ച് അപ്പന്റെ ജീവിതത്തിൽ അപ്പന് വളരെ സന്തോഷമാണ്. അവൻ തെറ്റിപ്പോയ ഒരു മകനായിരുന്നു. ആ തെറ്റിപ്പോയ മകന് തിരിഞ്ഞു വന്നപ്പോൾ, നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന് വളരെ സന്തോഷമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, നീ തിരിഞ്ഞു വരുവാൻ നിനക്കൊരു മനസ്സുണ്ടോ? അങ്ങനെ തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, അങ്ങനെ തിരിഞ്ഞു വരണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ തിരിഞ്ഞു വരുന്നുവെങ്കിൽ ദൈവത്തിന് അതെന്താണ്, ദൈവത്തിന് ഏറ്റവും പ്രസാദമാണ് ദൈവത്തിന് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയില് ഹല്ലേലൂയ, നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ അനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ജ്ഞാനിയായ ശലോമോൻ എന്താണ്, ലോകപ്രകാരം നോക്കുമ്പോൾ ശലോമോന്റെ അത്രയും ജ്ഞാനമുള്ള ഇതിനു മുമ്പും ഇതിന് ശേഷമോ ഒരു മനുഷ്യനും ജീവിച്ചിട്ടില്ല. പക്ഷേ ശലോമോൻ പറയുകയാണ്, എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഹല്ലേലൂയ. സകല മനുഷ്യർക്ക് വേണ്ടത് എന്താണെന്ന് ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. എന്താണ്, എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടത് എന്താണ്, ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ജീവൻ കൊടുക്കുകയും ജീവനെ എടുക്കുകയും ചെയ്യുവാൻ ശക്തനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളണം, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് എന്ന് ജ്ഞാനിയായ ലോകപ്രകാരം ഏറ്റവും വലിയ ജ്ഞാനിയായ ഹല്ലേലൂയ ശലോമോൻ, ദൈവമാണ് അവന് ജ്ഞാനം കൊടുത്തത്. ഇല്ല, ആ ലോക ആരംഭത്തിന് മുമ്പോ ഇനി ഒരിക്കലും ശലോമോന്റെ അത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അത്രയ്ക്കും ജ്ഞാനമുള്ള ആ മനുഷ്യൻ പറയുകയാണ്, എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. അപ്പോ നമ്മുടെ ജീവിതയാത്രയില് എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്, ദൈവത്തെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം, അവനെ നമ്മൾ പിറുപിറുക്കരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തിന്റെ ശക്തിയെ പറ്റി നമ്മൾ സംശയിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കരുത്. നമ്മൾ നമ്മുടെ ശക്തിക്ക് അനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം, അളക്കരുത്. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ ദൈവത്തിന്റെ മഹാദയുണ്ടല്ലോ, ആ ദൈവത്തിന്റെ മഹാകരുണയുണ്ടല്ലോ. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ ഹല്ലേലൂയ പാപികളായ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷമുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ദൈവം സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, നിങ്ങൾ വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ കാണുകയും. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ നീ അനുസരിച്ച് ജീവിക്കുവാൻ നിനക്ക് സമ്മതമാണോ? എന്റെ വചനത്തെ ഹല്ലേലൂയ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാൻ ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ഈ മാനവരാശിയെ സൃഷ്ടിച്ച ദൈവമാണ്. നീ എന്റെ ശക്തിയെ പറ്റി പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. ഞാൻ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവമാണ്.
ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവമാണ്. മനുഷ്യർക്ക് വേണ്ടത് എല്ലാം ഞാൻ കൊടുത്തിട്ടാണ് ഹല്ലേലൂയ ഉണ്ടാക്കിയതിന് ശേഷം, ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നമ്മൾ ചോദിക്കുന്നതിനും നിരക്കുന്നതിനും മുമ്പേ അറിയുന്ന ദൈവമാണ്. നിന്റെ അമ്മയേക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കരയുക, ഭൂമിയിലെ മനുഷ്യർക്ക് അപ്പനും അമ്മയ്ക്കും അവന്റെ കരങ്ങൾക്ക് എന്തുണ്ട്? അതിനൊരു പരിധിയുണ്ട്. അവർ കാണുന്നതിന് പരിധിയുണ്ട്. അല്ല, ദൈവത്തിന്റെ കരത്തിനോ പരിധിയില്ല. അവന് കാണുന്നത് അതിൽ എല്ലാം അവന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. നീ കടലിന്റെ അടിത്തട്ടിൽ പോയി പാർത്താൽ അവിടെയും എന്റെ കണ്ണ് നിന്നെ കാണും. നീ എന്നെ ഒളിച്ച് നീ എവിടെ പോകുമെന്ന് ഹല്ലേലൂയ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, നീ എന്നെ ഒളിച്ച് നീ എവിടെ പോകും? ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിളിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറകരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ദൈവത്തെ വിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടുവാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെ ചെന്നാലും ദൈവത്തിന്റെ കരം നമുക്കുണ്ട്. അല്ല, ദൈവത്തെ കാണാതെ നമുക്ക് പോകുവാനായിട്ട് കഴിയില്ല. പക്ഷേ ദൈവം പറയുകയാണ്, നീ തെറ്റ് ചെയ്തു, ഓക്കെ, പക്ഷേ നിനക്ക് തിരിച്ചു വരുവാനൊരു മനസ്സുണ്ടോ? നിനക്ക് തിരിച്ചു വരുവാനൊരു മനസ്സുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ചേർത്തുകൊള്ളുവാൻ മനസ്സുണ്ട്. നമ്മുടെ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നവോമി ഹല്ലേലൂയ അപ്പത്തിന്റെ നാടായ ബേത്ലേഹേമിൽ നിന്ന് അപ്പത്തിന്റെ നാടായ ബേത്ലേഹേമിൽ നിന്ന് എന്ത് ചെയ്തു? പോയി. ജീവിതത്തിൽ അവിടെ ക്ഷാമം വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? ബേത്ലേഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് അവൾ പോയി. ശരിക്കും നമ്മുടെ ജീവിതത്തില് അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാമോ? ഓടിപ്പോകാൻ പാടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ ദൈവത്തിന്റെ സന്നിധി വിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പത്തിന്റെ ദേശമായ ബേത്ലേഹേമിൽ നിന്ന് അവള് മോവാബ് ദേശത്തേക്ക് അവൾ ഓടിപ്പോവുകയാണ്. അവളുടെ ഭർത്താവായ ഏലിമിലേക്കും മഹളോണും കിളിയോണും എന്ന 2 മക്കളുമായി അവൾ ദൈവവചനം നന്നായി അറിയാവുന്ന നവോമി അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൾ ഓടി ഒളിക്കുകയാണ്. മോവാബിനും അമ്മോനിനും ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന് ദൈവം പറഞ്ഞതാണ്. അങ്ങനെയുള്ള ജനത്തിന്റെ അടുത്തേക്കാണ് അവൾ പോയത്. അവൾക്ക് എന്ത് സംഭവിച്ചു? അവളുടെ ഭർത്താവ് മരിച്ചുപോയി, മഹളോനും കിളിയോനും മരിച്ചുപോയി. ഭർത്താവും 2 മക്കളും മരിച്ചപ്പോഴാണ് അവൾക്ക് എന്തുണ്ടാവുന്നത്? സുബോധം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. അന്നേരം അവൾ ഒരു തീരുമാനമെടുത്തു, ഞാനിതാ തിരിച്ച് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ബേത്ലേഹേമിലേക്ക് അവൾ തിരിച്ചു പോവുകയാണ്. അപ്പത്തിന്റെ ദേശത്തേക്ക് അവൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ ഓടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നാശം സംഭവിക്കും. എത്ര ക്രൈസിസ് വന്നാലും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളെ നമ്മൾ അടിച്ചു എന്ന് വിചാരിച്ച് കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ അവർക്ക് നാശമാണ്. അപ്പനും അമ്മയും അവരെ അടിക്കുന്നത് അവരുടെ നല്ലതിനു വേണ്ടിയാണ്. അവരെ നേരെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് അവരെ അടിക്കുന്നത്. ദൈവം അപ്പൻ സ്നേഹിക്കുന്ന മക്കൾ അടിക്കാത്ത അപ്പനാരുള്ളൂ. ശലോമോൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ മക്കളെ ശിക്ഷിക്കും, അടിക്കും. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി. ദൈവം എന്ത് ചെയ്യും? നമ്മളെ ഓരോരുത്തരെയും പല രീതിയിലും അടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. അത് എന്തിനാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോ അതിന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓടിപ്പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ നശിച്ചു പോകുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ട് ഒരിക്കലും നമ്മൾ ഓടിപ്പോകരുതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഇരിക്കണം. എത്ര ക്രൈസിസ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ ഓടിപ്പോകരുത്. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നന്മകൾ നമുക്ക് തന്നു. നമുക്ക് നടക്കുവാനുള്ള ലോകത്തിലുള്ള മനുഷ്യർ കൈയും കാലും ഇല്ലാത്ത ഒത്തിരി ജനങ്ങളുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്. നമുക്ക് നടക്കുവാൻ 2 കൈയും 2 കാലും കൈയും കണ്ണും എല്ലാം ദൈവം നമുക്ക് തന്നു. ഇല്ലാത്ത എത്രയോ ജനങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർക്കാം, ഇത്രയ്ക്കും ആരോഗ്യത്തോടെ നടക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പോറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. Nobody in this world is perfect. ഹല്ലേലൂയ. കുറവുകളുണ്ട്. പക്ഷേ ആ കുറവുകളെ ഓർത്ത് ദുഃഖിക്കാതെ നമ്മളുടെ ഉള്ള നല്ലതിനെ ഓർത്ത് മാത്രം നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാം തരുവാൻ അവൻ ശക്തനാണ്. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ കുരുവാക്യത്തിലേക്ക് നമുക്ക് വരാം. കാള തന്റെ ഉടവിനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. അയ്യോ പാപഭാവമുള്ള ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വശമായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇസ്രായേൽ ജനം ആരാണ്? എബ്രാഹാമിന്റെ സന്തതി പരമ്പരയാണ്. എബ്രാഹാമിനോട് ദൈവത്തിനുള്ള ആ സ്നേഹം ഓർത്താണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് യാക്കോബിന്റെ സന്തതി പരമ്പര, ആ ഇസ്രായേൽ മക്കളോട് ദൈവത്തിന് അത്രയ്ക്കും വലിയ സ്നേഹമാണ്. യെശയ്യാ പ്രവാചകനെ അവരോട് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞു വരണം. കാളയെ നോക്കുവിൻ, ലോകം നോക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത കഴുതയെ നോക്കുവിൻ. അവന്റെ യജമാനോട് സ്നേഹം കാണിക്കുന്നു. പക്ഷെ ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടും, ഇത്രയൊക്കെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തന്നിട്ടും നിങ്ങൾക്ക് ഒരു സ്നേഹം എന്നോട് നിങ്ങൾ കാണിക്കുന്നില്ല. ദുഃഖത്തോടെ ദൈവം യെശയ്യാ പ്രവാചകനെ പറഞ്ഞയക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. അവനെ മാത്രം ഉയർത്തി അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ദൈവത്തിന്റെ വചനം ദൈവം നമ്മെ ഓർപ്പെടുത്തുകയും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ, ഈ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് നമ്മൾ എന്തുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. അവനെ നമ്മൾ പുകഴ്ത്തുന്നവരായിരിക്കണം. മോശ അല്ലെങ്കിൽ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്റെ യേശുവിനെ ഉയർത്തുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് എത്രയോ നന്മകൾ ദൈവം തന്നു. ആ നന്മകളെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിനക്ക് ശ്രേഷ്ഠമായത് തരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല, തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയ്ക്കും എനിക്ക് ദൈവം തന്നല്ലോ, ദൈവം എന്നോട് ഇത്രയ്ക്കും കൃപ കാണിച്ചല്ലോ, ദൈവം ഇത്രയ്ക്കും എന്നോട് മനസ്സലിവ് കാണിച്ചല്ലോ. ഹല്ലേലൂയ. 2 കൈയും 2 കാലും എനിക്ക് ദൈവം തന്നല്ലോ, എനിക്ക് ബുദ്ധി തന്നല്ലോ, എനിക്ക് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം തന്നല്ലോ, എനിക്ക് നടക്കുവാൻ എനിക്ക് കൃപ തന്നല്ലോ. ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. ഇത്രയും ദൈവം എനിക്ക് തന്നിട്ട് ഞാൻ എന്റെ സൃഷ്ടാവിനെ നോക്കി എനിക്കില്ലാത്തതിനെ ഓർത്ത് ഞാൻ ദുഃഖിച്ച് പിറുപിറുക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കെങ്കിൽ ദൈവം പറയുകയാണ്, മകനെ നിനക്ക് ഉള്ളതിനെ ഓർത്ത് നീ സ്തോത്രം ചെയ്യുവാൻ, നീ ഉള്ളതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുവാൻ, നിനക്ക് ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ എനിക്ക് നിന്നെ അനുഗ്രഹിക്കുവാൻ ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഉള്ളതിനെ ഓർത്ത് നീ സ്തോത്രം പറയണം, ഇല്ലാത്തതിനെ ഓർത്ത് നീ ദുഃഖിക്കരുത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ അവരെ അനുഗ്രഹിക്കും. എന്റെ ആയുസ്സ് മുഴുവൻ